സങ്കീർത്തനങ്ങൾ 13:2 എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയുമിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് ഇതിന്റെ 1-ാം വാക്യത്തിൽ യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എന്ന് ദൈവത്തോട് ചോദിച്ചതുപോലെ, ക്രിസ്തുയേശു മുഖാന്തരം തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളും ഇതുപോലെ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ? തന്റെ പരാജയം കാണുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന വൈരികളെക്കുറിച്ചും തന്റെ മേൽ ഉയർന്നിരിക്കുന്ന ശത്രുവിനെക്കുറിച്ചും ദാവീദ് ഇതിന്റെ 4-ാം വാക്യത്തിൽ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കയുമരുതേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തതിനാൽ അവനെ ആ പദവിയിൽ എത്തിക്കുവാനോ അതിൽ സ്ഥിരപ്പെടുത്തുവാനോ സമ്മതിക്കാതെ അവനെതിരായി ശത്രുക്കൾ എഴുന്നേറ്റതുപോലെ, പ്രിയ സഹോദരങ്ങളെ, 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്നു തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് നാം ആ പദവിയിൽ എത്തുവാനോ അതിൽ തുടരുവാനോ സമ്മതിക്കാതെ ശത്രുവായ സാത്താൻ നമുക്ക് എതിരായി പല വ്യക്തികളിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുക. 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാലും ഈ കർത്താവ് ശത്രുവിനെ തോൽപ്പിച്ച് ജയം പ്രാപിച്ച കർത്താവാകയാലും നമുക്ക് എല്ലായ്പ്പോഴും ഈ കർത്താവിനോട് കൂടെ നടക്കാം. അങ്ങനെയെങ്കിൽ നാം പരാജയപ്പെടുവാൻ ഇടവരികയില്ല. ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.